ഗേളി മീഡിയയിലേക്ക് സ്വാഗതം. അപ്പം നമ്മുടെ കൃഷ്ണഗാഥ സീരിയലിൻ്റെ എപ്പിസോഡിലേക്ക് പോയാലോ. അങ്ങനെ നവീൻ്റെ വീട്ടുകാരെല്ലാം വന്ന് ഫുഡെല്ലാം കഴിച്ചതിന് ശേഷം നിർമ്മലയും കീർത്തിയും കൂടെ കൃഷ്ണയുടെ റൂം കാണാൻ പോകുന്നു. അങ്ങനെ റൂമൊക്കെ നോക്കുന്നു. ആ സമയത്ത് കൃഷ്ണ അവിടെ നിന്ന് മാറുകയാണ്. അങ്ങനെ റൂമൊക്കെ കണ്ട് അവരപ്പോൾ പറയുന്നു, കളരിക്കൽ വീട് പോലെയൊക്കെ തന്നെ. അപ്പം നമ്മുടെ കൃഷ്ണ പറയാം, ഞാനിപ്പോൾ കുറച്ച് എന്താ പറയുക, കുറച്ച് ലാവിഷൊക്കെ മാറ്റി കുറച്ച് സാധാരണ രീതിയിലേക്ക് മാറിയതാണെന്ന് പറയും. അങ്ങനെ താഴേക്ക് ഇറങ്ങും മാണിക്കുഞ്ഞ് നമ്മുടെ നവീനോട് പറയും, സാറിന് ഗാഥാ മാഡത്തോട് സംസാരിക്കുമെന്ന് വേണ്ടതെന്ന് ചോദിക്കും. അപ്പോൾ പറയും വേണം, പക്ഷേ എങ്ങനെയെന്ന് പറയും. അപ്പോൾ പറയും അതിനെന്താ മാഡം, സാറ് കെട്ടാൻ പോകുന്ന പെണ്ണല്ലേ, സാറ് വിളിച്ചിട്ട് പുറത്ത് കൊണ്ടുപോയി സംസാരിക്കാൻ പറയും. അങ്ങനെ അവിടത്തേക്ക് തിരിച്ച് കൃഷ്ണയും അവരെല്ലാം കൂടെ വരുന്ന സമയത്ത് നമ്മുടെ നവീൻ പറയും, ഗാഥ എനിക്ക് സംസാരിക്കാനുണ്ട്, പുറത്തേക്ക് വരാൻ പറയും. അങ്ങനെ പുറത്തേക്ക് ഇറങ്ങുകയാണ്. പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ചെരുപ്പില്ലാതെ ഇറങ്ങുക. അപ്പോൾ നമ്മുടെ കൃഷ്ണ അവിടെ ഇങ്ങനെ സ്ലിപ്പർ തപ്പും. അപ്പോൾ പറയും എന്തിനാ സ്ലിപ്പർ നോക്കുന്ന, ചെരുപ്പിടാൻ പറയും. അപ്പോൾ നല്ല ഹീലുള്ള ചെരുപ്പാണ്. അപ്പോൾ കൃഷ്ണയ്ക്ക് അത് ഇടാൻ പോലും അറിയത്തില്ല. അങ്ങനെ ഇട്ട് വീഴുന്ന പരുവത്തിൽ ഇങ്ങനെ നടക്കുകയാണ്. അപ്പോൾ നമ്മുടെ നവീൻ ചോദിക്കുക എന്താ ഗാഥ ഈ കാണിക്കുന്നതെന്ന് ചോദിക്കും. അപ്പോൾ പറയാല്ല, ആക്സിഡൻറ്റിന് ശേഷം എനിക്കത് ഇടാൻ ബുദ്ധിമുട്ടുണ്ടെന്ന്, എന്നാൽ അത് പറഞ്ഞാൽ പോരായിരുന്നോ എന്ന് ചോദിക്കും. അപ്പോൾ പറയാം കുഴപ്പമില്ല എന്ന് പറയും. അങ്ങനെ രണ്ടുപേരും നടക്കുന്ന സമയത്ത് ഇങ്ങനെ നവീൻ പറയും, എനിക്ക് തന്നോട് ഇപ്പോഴാണ് കൂടുതൽ ഇഷ്ടമായത് എന്ന് പറയും. എനിക്ക് ഒരുപാട് ഇഷ്ടമായി തൻ്റെ ഈ കുസൃതികളും തൻ്റെ ഈ ഭാഷാശൈലിയും, അതുപോലെ തന്നെ കാണാൻ നല്ല ചന്തമുണ്ടെന്ന് പറയും. അപ്പോൾ ഈ മോളിൽ നിന്ന് നമ്മുടെ ഗാഥയാണെങ്കിൽ ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ പെട്ടെന്ന് നമ്മുടെ കൃഷ്ണയുടെ കയ്യിലേക്ക് നവീൻ ഇങ്ങനെ പിടിക്കാൻ പോകുന്ന സമയത്ത് കൃഷ്ണ താഴോട്ട് വീഴുന്ന സമയത്ത് ഇങ്ങനെ കെട്ടിപ്പിടിച്ച് രണ്ടുപേരും കൂടെ പുൽത്തകിടിയിലേക്ക് വീഴുകയാണ്. ഇതൊക്കെ നമ്മുടെ ഗാഥ മോളിൽ നിന്ന് കാണുകയാണ്. അങ്ങനെ കുറേ നേരം അവർ രണ്ടുപേരും കണ്ണിൽ പരസ്പരം നോക്കി എന്താ പറയുക, പ്രണയത്തിൻ്റെ നിമിഷങ്ങളിലൂടെ കടന്നു പോവുകയാണ്. അപ്പോൾ കൃഷ്ണയ്ക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയാണ്. അപ്പോൾ മാണിക്കുഞ്ഞും അവിടെ നിന്ന് കാണുന്നുണ്ട്. ഇതേ സമയം നിർമ്മലയാണെങ്കിൽ ഈ നമ്മുടെ കൃഷ്ണ ചെരുപ്പിട്ട് നടക്കുന്ന കാണുമ്പോൾ തന്നെ പറയുന്നുണ്ട്, ഇതിലെന്തോ ഒരു പന്തികേടുണ്ട്, എന്തോ മറിമായമുണ്ട്, നമുക്കൊന്നും കണ്ടുപിടിക്കാൻ പറ്റുന്നില്ലല്ലോ എന്നുള്ള രീതിയിൽ ഇങ്ങനെ നിൽക്കുകയാണ്. അങ്ങനെ രണ്ടുപേരും കുറേ സമയം ഇങ്ങനെ കിടക്കുന്നു. അപ്പോൾ പെട്ടെന്ന് കൃഷ്ണൻ ചാടി എഴുന്നേക്കും. അങ്ങനെ പെട്ടെന്ന് ചാടി എഴുന്നേറ്റ് ഓടി അകത്തേക്ക് പോവുകയാണ്. അപ്പോൾ നവീൻ മാണിക്കുഞ്ഞ് അടുത്തേക്ക് വന്നിട്ട് പറയും, കൊള്ളാമല്ലോ, ഇതാരാണ് ആദ്യം ചെയ്തതെന്നൊക്കെ ചോദിക്കും. സാർ ഇത്രയൊക്കെ ആയിരുന്നു, എന്തൊക്കെ ചെയ്തു എന്നൊക്കെ ചോദിക്കാൻ പറയും. പോടാന്നൊക്കെ പറയും. മാണിക്കുഞ്ഞിനോട് പറഞ്ഞു. അങ്ങനെ അവരെല്ലാവരും കൂടെ തിരിച്ചവിടുന്ന് സന്തോഷത്തോടു കൂടി മടങ്ങുന്ന സമയത്താണ് നമ്മുടെ കൃഷ്ണ ഗാഥ മുകളിൽ ഇങ്ങനെ നിൽക്കുന്നത്. അത് മാണിക്കുഞ്ഞ് കാണും. അപ്പോൾ പറയും, സാറേ ഞാൻ കണ്ടു, ഗാഥാ മേഡത്തിനെ കണ്ടെന്ന് പറയും. അപ്പോൾ നിനക്ക് എന്താ പറ്റിയെന്ന് ചോദിക്കും. അപ്പോൾ പറയുന്നത് മുകളിലുണ്ടെന്ന് പറയും. അപ്പോൾ നമുക്ക് പോയി നോക്കാമെന്ന് പറയും. അപ്പം നവീൻ പറയും, സോറി മേഡം, ഇവനെ ഞാൻ എൻ്റെ കല്യാണം ഉറപ്പിച്ചതിന് ശേഷം ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെയുള്ളതാണ്, ഗാഥാ മേഡത്തെ അവിടെ ഇവിടെയും കണ്ടെന്നൊക്കെ പറയുന്നത്, അതുകൊണ്ട് സോറി എന്ന് പറയും. അവർ പോകും. അങ്ങനെ അവർ പോയതിനു ശേഷം സിതാര പറയും, എന്താ സിമി ഇതൊക്കെ, ഒരു വിധത്തിൽ രക്ഷപ്പെട്ടു എന്ന് പറഞ്ഞാൽ മതി എന്ന് പറയും. അപ്പം നമ്മുടെ സിമി പറയും, എന്തായാലും കൃഷ്ണയുടെ ജോലി ഭംഗിയായിട്ട് ചെയ്തല്ലോ എന്ന് പറയും, നല്ല രീതിയിൽ ചെയ്തെന്ന് പറയും. അപ്പോൾ അങ്ങനെ അവർ പോവുകയാണ്. പിന്നീട് സിമയും കൃഷ്ണ അകത്തേക്ക് നമ്മുടെ കൃഷ്ണ ഗാഥയുടെ അടുത്തേക്ക് ചെല്ലും. ഗാഥ പിന്നെ പൊട്ടിത്തെറിക്കുകയാണ്, നീ എന്തിനാണ് നവീനെ തൊട്ടത് പിടിച്ചത് എന്നൊക്കെ പറഞ്ഞ് നിന്നോട് ഞാൻ പറഞ്ഞിട്ടില്ലേ, അങ്ങനെ കഴുത്തിനൊക്കെ കുത്തിപ്പിടിച്ച് കൊല്ലാൻ ശ്രമിക്കുക. ആ സമയത്ത് സിതാര വന്ന് മോളെ വിടാൻ അങ്ങനെ നമ്മുടെ ഗാഥയെ മാറ്റിക്കൊണ്ടുപോയി കുറേ നേരം സംസാരിക്കുന്നതിൻ്റെ നല്ലതിന് വേണ്ടിയല്ലേ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെയാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. അപ്പോൾ എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക. അപ്പോൾ ഓക്കെ, ബൈ, താങ്ക് യു.